അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇത്രയും ലാഭകരമായ ബോർഡായിട്ട് പോലും സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളൊരു വാക്കും പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഈ അബ്കാരിയായിട്ടുള്ള LD ക്ലർക്കുമാർ 130 പേര് വിരമിച്ചു. ആ വേക്കൻസി ഞങ്ങളുടെ ലിസ്റ്റിൽ തന്നിട്ടില്ല. ഞങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സർക്കാർ അവഗണിക്കുകയാണ്. ഞങ്ങളുടെ ലിസ്റ്റിന് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് പോലും സർക്കാർ പരിഗണിക്കുന്നില്ല. ഞങ്ങളുടെ 375 വേക്കൻസി ഉണ്ടായിരുന്നത്, സാങ്ഷൻഡ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നത് വെട്ടിച്ചുരുക്കി 282 ആക്കിയിട്ട് അതിൻ്റെ 50% അബ്കാരികളുടെ ആശ്രിതരെ നിയമിക്കാൻ വേണ്ടി കൊടുത്തു. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനങ്ങളും അടിസ്ഥാന വർഗവും എന്താവശ്യവും നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് ഉന്നയിച്ചു കഴിഞ്ഞാലും ഒരേ സ്വരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ധനസ്ഥിതി വളരെ മോശമാണ്, അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധ്യമല്ല എന്നാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയം തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികളോട് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബെവ്കോയിലേക്ക് LDC റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരവുമായി എത്തിയിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്ന് 3 വർഷമായിട്ടും റാങ്ക് ലിസ്റ്റ് വന്ന് 1.5 വർഷമായിട്ടും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെയും നിയമനം നടത്തിയിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യമായൊരു കാര്യം. എന്തായാലും കേരളത്തിലെ യുവാക്കൾ എല്ലാവരും തന്നെ ജോലി ലഭിക്കാതെ, അതായത് സർക്കാരിനെ പ്രതീക്ഷിച്ച് ജോലി ലഭിക്കാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എപ്പോഴാണ് നിങ്ങളുടെ എക്സാം? എപ്പോഴാണ്? ഞങ്ങളുടെ എക്സാം 2022 നടന്നതാണ്. ഞങ്ങൾക്ക് 375 വേക്കൻസി ആയിരുന്നു ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് അത് വെട്ടിച്ചുരുക്കി 282 വേക്കൻസി ആയിട്ട് വെട്ടിച്ചുരുക്കി. അതിനകത്ത് തന്നെ 282 തന്നെ 50% അബ്കാരികളുടെ ആശ്രിത നിയമനത്തിന് വേണ്ടി സർക്കാർ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു നിയമം കൂടി നടപ്പിലാക്കി. ചുരുക്കം പറഞ്ഞാൽ 3 വർഷം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ ഒരു ഫ്രഷ് വേക്കൻസി പോലും വരാത്ത അവസ്ഥയായി. ഞങ്ങൾക്ക് ആകെ ഉള്ളത് കഴിഞ്ഞ വട്ടം കയറാത്ത കുട്ടികളുടെ NJD വേക്കൻസി മാത്രമാണ്. ആ 102 NJD വേക്കൻസി കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ലിസ്റ്റ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ചോദിക്കുമ്പം ഇത്രയും ലാഭകരമായ ബോർഡിൽ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ട് 3 വർഷം കൊണ്ട് ഒരു ഫ്രഷ് വേക്കൻസി പോലും വരില്ലെന്നുള്ള അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ അതിനെതിരെ ഒരുപാട് തവണ സെക്രട്ടേറിയറ്റിലും ബിവറേജിലും പലരെയും മന്ത്രിമാരെ എല്ലാവരെയും പോയി കണ്ടു. പക്ഷെ ആരും ഞങ്ങൾക്കൊരു നിയമനം നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. നവകേരള സദസ്സിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾ പല നിവേദനങ്ങളും കൊടുത്തു. അന്ന് പറഞ്ഞത് പുതിയ ഔട്ട്ലെറ്റുകൾ വരുമ്പം ഞങ്ങൾക്ക് നിയമനം നടത്താമെന്നാണ്. പക്ഷേ പുതിയ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ 20 എണ്ണം വന്നു. ഞങ്ങൾ പോസ്റ്റ് ക്രിയേഷന് വേണ്ടി കൊടുത്തു. എന്നിട്ടും ഞങ്ങളുടെ ആ ഫയൽ റിജക്റ്റ് ആക്കുകയാണ് അവർ ചെയ്തത്. ചോദിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി. എന്നാൽ ഈ ബോർഡിൻ്റെ ലാഭം കൊണ്ടാണ് ഇവിടുത്തെ സാലറി, ഇവിടുത്തെ ജോലി സർക്കാർ. ഈ ബെവ്കോയിൽ നിയമനം നടത്തിയാൽ സർക്കാരിന് നേരിട്ട് യാതൊരു സാമ്പത്തിക ബാധ്യതയില്ല. ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കത്തില്ലെന്നാണ്. പക്ഷേ ഒരു നടപടിയും സർക്കാർ എടുത്തിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ പോസ്റ്റ് ക്രിയേഷൻ്റെ ഫയൽ റിജക്റ്റ് ആവുകയും ചെയ്തു. ഞങ്ങളുടെ 375 വേക്കൻസി ഉണ്ടായിരുന്നത്, സാങ്ഷൻഡ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നത് വെട്ടിച്ചുരുക്കി 282 ആക്കിയിട്ട് അതിൻ്റെ 50% അബ്കാരികളുടെ ആശ്രിതരെ നിയമിക്കാൻ വേണ്ടി കൊടുത്തു. ഈ അബ്കാരി എന്ന് പറയുന്ന ആൾക്കാർ 96 ചാരായം നിരോധിച്ചപ്പോഴും 84 സ്വകാര്യ മദ്യഷോപ്പുകൾ സർക്കാർ ഏറ്റെടുത്തപ്പോഴും അവരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ നിയമനം കിട്ടിയവരാണ്. അവർ മരിച്ചു കഴിഞ്ഞ് അവരുടെ ആശ്രിതരെയാണ് ഞങ്ങളുടെ ആകെയുള്ള സാങ്ഷൻഡ് സ്ട്രെങ്തിൽ നിയമിച്ചേക്കുന്നത്. ഓൾറെഡി ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന 375 വേക്കൻസി വെട്ടിക്കുറച്ച് 282 ആക്കി അതിൻ്റെ 50%ലാണ് ഈ ആശ്രിതരെ കൊണ്ട് നിയമിച്ചിരിക്കുന്നത്. ഇവർ നിയമിച്ചപ്പോൾ സ്ട്രെങ്ത് എക്സസ് ആയി. ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടൊന്നും ഒരു നടപടി ഇവരെടുക്കുന്നില്ല. ഈ അബ്കാരിയായിട്ടുള്ള LD ക്ലർക്കുമാർ 130 പേര് വിരമിച്ചു. ആ വേക്കൻസി ഞങ്ങളുടെ ലിസ്റ്റിൽ തന്നിട്ടില്ല. ഞങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സർക്കാർ അവഗണിക്കുകയാണ്. ഞങ്ങളുടെ ലിസ്റ്റിന് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് പോലും സർക്കാർ പരിഗണിക്കുന്നില്ല. ആകെയുള്ള കുറച്ച് NJD വേക്കൻസിയാണ്. അതിൽ ഡിലീഷൻ എടുത്തുകൊണ്ടാണ് ഒരു 140 വരെങ്കിലും പോയേക്കുന്നത്. ഈ കഴിഞ്ഞ ലിസ്റ്റിൽ 1900 മേളിൽ നിയമനം നടന്നിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നിലവിൽ 1.5 വർഷമായി ലിസ്റ്റിൻ്റെ കാലാവധി. പക്ഷേ ഈ പോക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 റാങ്ക് വരെ പോലും പോകുമെന്ന് സംശയമാണ്.
ഞങ്ങളുടെ പോസ്റ്റ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ആ വെട്ടിക്കുറച്ചതിൽ അബ്കാരികളുടെ ആശ്രിതരെ നിയമിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ നിയമനം നടക്കാത്തത്. ആ അബ്കാരികളെ സൂപ്പർ ന്യൂമറി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് നിയമനം നടത്തി ഞങ്ങൾക്ക് സുഖമായിട്ട് നിയമനം നടന്നു പോകുമായിരുന്നു. അവരെ സൂപ്പർ ന്യൂമറി ആയിട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് മാറ്റുക, പുതിയ പോസ്റ്റ് ക്രിയേഷൻ്റെ ഫയൽ പരിഗണിച്ച് അത് സാങ്ഷനാക്കി തരിക, ഇതാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ. സർക്കാർ പറഞ്ഞത് എന്തായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് നടത്തി തരാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ഒരു നടപടി എടുത്തില്ല, റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടപ്പോഴും നടത്തി തരാമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഞങ്ങൾ റിജക്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അത് അറിയുന്നത്. ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് ഇരുന്നത്, പക്ഷേ ഒന്നും നടന്നിട്ടില്ല. മാത്രമല്ല ഒരുപാട് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. എറണാകുളം, തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ ആവശ്യത്തിന് സ്റ്റാഫുകളില്ല. അവിടെ 2000-ൽ പരം ആളുകളെയാണ് എംപ്ലോയ്മെൻറ്റ് വഴിയും പിന്നെ ഒരുപാട് ആളുകൾ ഡെപ്യൂട്ടേഷൻ വഴിയും പിന്നെ പിൻവാതിൽ നിയമനം വഴിയും ഒരുപാട് ആളുകളെ എടുക്കുന്നുണ്ട്. പല രീതിയിലായിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് അവരെല്ലാം LGS ആയിട്ട് എടുക്കുകയാണെന്നാണ്. പല ഷോപ്പുകളിൽ LD ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ബിവറേജിൽ LGS ആയാലും LD ആയാലും എല്ലാവരെയും കൊണ്ട് ഒരേ ജോലിയാണ് ചെയ്യിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ബില്ലിംഗ് സെക്ഷനിൽ LD ആണ് ഇരുത്തേണ്ടത്. നമുക്ക് ഇൻചാർജായിട്ട് പോലും പല ഷോപ്പുകളിൽ OA ഉള്ള അവസ്ഥയാണ്. കാരണം LDക്ക് അത്രയും സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. പ്രീമിയം കൗണ്ടർ ഉൾപ്പെടെ പല ഇതും അടച്ചു പോകുന്നുണ്ട്. എന്നിട്ടും നമ്മളുടെ ലിസ്റ്റിൽ നിന്നും ഒരു ഫ്രഷ് വേക്കൻസി, ഒരു നിയമനം പോലും നടക്കുന്നില്ല. നമ്മളുടെ ലിസ്റ്റ് 140ഓളം ഇപ്പോൾ പേര് കയറിയെന്ന് പറഞ്ഞത് അത്ര അഡ്വൈസേ പോയിട്ടുള്ളൂ. അത്രയും പേര് കയറിയിട്ടില്ല. കയറിയിട്ടുള്ളത് 30-നും 40-നും ഇടയ്ക്ക് ആളുകൾ മാത്രമാണ്. അതിൽ തന്നെ ഇപ്പോൾ വേറെ ലിസ്റ്റിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, KSFE പോലുള്ള ലിസ്റ്റുകളിലോട്ട് ആളുകൾ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നുമുണ്ട്. എന്നിട്ടും നമ്മളുടെ ആകെ 30 പേരായിരിക്കും മാക്സിമം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്നിട്ടും നമുക്ക് നിയമനം നടത്തുന്നില്ല. 3 വർഷമായാലും ഈ ഒരു അവസ്ഥ തന്നെ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഒരുപാട് മന്ത്രിമാരെയും ഇതിൻ്റെ CPM നേതാക്കളെയൊക്കെ പോയി കണ്ടു. പക്ഷേ അവരിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇത്രയും ലാഭകരമായ ബോർഡായിട്ട് പോലും സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളൊരു വാക്കും പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ വർഷത്തെയും നോക്കുവാണെങ്കിൽ ഏറ്റവും ലാഭകരമായ ബോർഡ് ബിവറേജാണ്. അതിൻ്റെ ലാഭത്തിൽ നിന്നാണ് അവിടുത്തെ ജീവനക്കാർക്ക് സാലറി കൊടുക്കുന്നത്. ഇത് നേരിട്ടൊരു സാമ്പത്തിക പ്രതിസന്ധി വരുത്തില്ലെന്ന് ഗോവിന്ദ മാഷ് ഉൾപ്പെടെ പറഞ്ഞതാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് പുതിയ ഔട്ട്ലെറ്റുകളും വെയർഹൗസും തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് അവിടെ പോസ്റ്റ് ക്രിയേഷൻ നടത്താത്തത്? ഇവിടെ എല്ലാം എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെ പല രീതിയിൽ പിൻവാതിൽ നിയമനം വഴിയൊക്കെ ആളുകളെ ഒരുപാട് എടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആശാവർക്കർമാരുടെ വിഷയം ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സർക്കാർ പറയുന്നത് ഓണറേറിയത്തിൻ്റെ കാര്യമെല്ലാം പറയുമ്പോൾ സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം ധനസ്ഥിതി വളരെ മോശമാണ് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന് 3 വർഷവും റാങ്ക് ലിസ്റ്റ് വന്ന് 1.5 വർഷമായിട്ടും ഒരു ഫ്രഷ് വേക്കൻസി പോലും തരാത്ത ബെവ്കോയ്ക്ക് എതിരെയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി കേരളത്തിലെ യുവാക്കൾ ഇപ്പോൾ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളടക്കം ഇത്തരത്തിൽ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ വന്നിരുന്നു. എന്തായാലും സേവ് ബെവ്കോ LDC റാങ്ക് ലിസ്റ്റ് എന്ന മുദ്രാവാക്യവും ഉയർത്തിയാണ് ഇവരിപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും സർക്കാർ എന്ത് കാര്യവും സർക്കാരിനോട് ഉന്നയിക്കുമ്പോൾ സർക്കാർ പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ധനസ്ഥിതി മോശമാണ് എന്നാണ്. എങ്കിൽ ഇവർക്ക് ദൂർത്തടിക്കുവാനുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന വേളയിലാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ യുവാക്കൾ ഇങ്ങനെ സർക്കാർ ജോലി കിട്ടാതെ അവർ പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.